ഡിഫൻസ് ഫോഴ്സ് ഒരു വലിയ സംഭവം ഇന്നലെ ചെയ്തിരിക്കുന്നു. വെസ്റ്റ് ബാങ്കിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് 4-5 പേർ വേഷം മാറി പ്രവേശിച്ച് 3 പാലസ്തീനിയൻസിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അവിടെയുള്ള നേഴ്സുമാരെയെല്ലാം ഭീഷണിപ്പെടുത്തി 3 പേരുള്ള സ്ഥലത്തെത്തിയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്, ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഷൂട്ട് ചെയ്തത് മാത്രമല്ല, ആ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഫൂട്ടേജസ്, വീഡിയോസ്, ഇമേജസ് ഇതെല്ലാം പുറത്തുവിട്ട് ഇസ്രയേൽ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന രീതിയിൽ വലിയൊരു വിവാദം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല ഇങ്ങനെ വേഷമാറി ഇവർ ആക്രമണം നടത്തിയത്, മറ്റു പല സ്ഥലങ്ങളിലും വേഷമാറി ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ റെഫ്യൂജി ക്യാമ്പ് ഉണ്ടല്ലോ, ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഡിസ്പ്ലേസ് ആയി ഇവിടെ വന്നവരെ താമസിപ്പിച്ചിട്ടുണ്ട്. സോ മൊസാദ് ഏജൻസും അങ്ങനെ പ്രവേശിച്ച് എവിടെയൊക്കെ പാലസ്തീനിയൻസ് ഉണ്ട്, ആരൊക്കെ ഹമാസിനെ സഹായിക്കുന്നു, അവരെ എങ്ങനെ നശിപ്പിക്കാമെന്ന തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ഒരു തെളിവായി ഈ ഒരു സംഭവത്തെ കണക്കാക്കാം. നമ്മൾ അറിഞ്ഞത് ഒരേ ഒരു സംഭവം മാത്രം, ഇതുപോലെ പല സംഭവങ്ങളും ഇസ്രയേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. മറ്റൊരു ഭാഗത്താണെങ്കിൽ ഹമാസിന് അനുകൂലമായി ഹിസ്ബുള്ളയുടെ ശബ്ദം ഉയരാത്തത് കൊണ്ട് ഹമാസ് വളരെയധികം ദുഃഖത്തിലാണുള്ളത്. ഇത് മാത്രമല്ല, ഹൂതീസിനെതിരെ യുകെയും യുഎസും പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ ഹൂതീസിനും വലിയ രീതിയിൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെ പോയാൽ ഒരു സീസ് ഫയർ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പ്രധാനമായും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇസ്രയേൽ ചെയ്തത് വാർ ക്രൈം ആണ്. ചെയ്തത് മാത്രമല്ല, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും വാർ ക്രൈം ആണെന്ന് പറയുന്നവരാണ് അധികമായിട്ടുമുള്ളത്. പ്രധാനമായും ഹോസ്പിറ്റലിലൊന്നും യുദ്ധം വരാനേ പാടില്ല, എന്നിട്ടും ഹോസ്പിറ്റലിലേക്ക് വേഷം മാറി എത്തുന്നു. 3 പാലസ്തീനിയൻസ് വെസ്റ്റ് ബാങ്കിൽ ഉണ്ടായിരുന്നു, ഓക്കെ, പക്ഷെ അവരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. സോ 3 പേരെ ഹോസ്പിറ്റലിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം അവിടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരവും പുറത്തു വന്നു. ഓപ്പൺ ചെയ്യാത്ത ഫുഡിന്റെ പാഴ്സൽ ഉണ്ടായിരുന്നു, തൊട്ടടുത്തായി തന്നെ ഖുറാൻ ഉണ്ടായിരുന്നു. എന്നാൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് എവിടെയും ഒരിടത്തും പറഞ്ഞിട്ടില്ല. തൊട്ടടുത്ത് നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, കാരണം കറക്റ്റായി തലയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബ്ലഡ് എല്ലായിടത്തേക്കും തെറിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വന്നത്. സോ ഇസ്രയേൽ ചെയ്ത വാർ ക്രൈമിൽ ഇതും ഒരു വാർ ക്രൈം ആണെന്ന് സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങൾ, ഇസ്രയേലിനെതിരായ പല രാജ്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾ ഈ ഇൻസിഡൻസിനെ ഒരു ഷോക്കിംഗ് ആയി കണ്ടുകൊണ്ടിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ബ്ലിങ്കൺ പറഞ്ഞു 1973 മിഡിൽ ഈസ്റ്റ് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോയാൽ മിഡിൽ ഈസ്റ്റിൽ വളരെ വലിയ പ്രശ്നങ്ങൾ വരുമെന്നും വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തതായി ഒരു സീസ് ഫയർ. ഖത്തർ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ മീഡിയേറ്ററായിരുന്ന് പാലസ്തീനും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിൽ എന്തെങ്കിലും ഒരു എഗ്രിമെന്റ് ഡീലാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഏകദേശം 5000-ൽ പരം പാലസ്തീനിയൻസിനെ റിലീസ് ചെയ്യണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോ 5000 പാലസ്തീനിയൻസിനെ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിടിച്ചുവെച്ചിരിക്കുന്ന 100 മുതൽ 110 പേരെ സ്വാപ്പ് ചെയ്യാമെന്നതാണ് ഹമാസിന്റെ പക്കലുള്ള നിബന്ധന. ഇതിന് മറുപടിയായി ഇസ്രയേൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്വാപ്പ് വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മുഴുവനായും സീസ് ഫയർ ചെയ്താലും ഈ ഹോസ്റ്റേജസ് സ്വാപ്പിന്റെ എഗ്രിമെന്റിലേക്ക് വരാമെന്നതും ഹമാസിന്റെ പക്കലുള്ള, പാലസ്തീനിലെ ഹമാസിന്റെ പക്കലുള്ള നിബന്ധനയാണ്. ഈ നിബന്ധനകളൊക്കെ അംഗീകരിച്ചാൽ മാത്രമേ ഇനിയൊരു ഹോസ്റ്റേജസ് സ്വാപ്പ് ഉണ്ടാവുകയുള്ളൂ. ഖത്തർ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഈ പ്രശ്നം, ഇസ്രയേലിന്റെ തുടർ ആക്രമണം ഞങ്ങൾക്ക് ഒട്ടും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേലിനെതിരായ തീരുമാനങ്ങൾ ഞങ്ങളും എടുക്കുമെന്ന വാർണിംഗും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജനുവരിയിൽ 2 കപ്പലിനെ ഇറാൻ പിടിച്ചെടുത്തിരിക്കുന്നു. സോ ഇറാനും കപ്പലിനെ പിടിച്ചു വെച്ചിരിക്കുന്നു. മറ്റൊരു ഭാഗത്താണെങ്കിൽ റെഡ് സീ വഴി കപ്പലൊന്നും പോകാൻ വിടാതെ ഹൂതീസ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും വലിയ രീതിയിൽ ട്രേഡിങ്ങിനെ ബാധിക്കുന്നുണ്ട്. റെഡ് സീ കുറയാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കപ്പലുകൾ മറ്റു റൂട്ടിലൂടെ വിടാമെന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അടുത്തത് ജോ ബൈഡൻ. ജോർദാനിൽ ഒരു ഡ്രോൺ ആക്രമണം നടന്നു എന്നത് കഴിഞ്ഞ അപ്ഡേറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ കണ്ടതാണ്. ഇതിന് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അത് വേണ്ട രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യാമെന്ന ഒരു വാർണിംഗ് ജോ ബൈഡൻ കൊടുത്തിരിക്കുന്നു. ഇറാനാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിലെന്ന് അമേരിക്ക പറയുന്ന സമയത്ത് ഇറാൻ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഞങ്ങളും ഈ ഒരു ആക്രമണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ ഇറാനാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നുണ്ടെങ്കിൽ
ഇറാനെതിരെ ഒരു യുദ്ധത്തിന് അമേരിക്ക പോകാമല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തൽക്കാലം അത് നടക്കില്ല. ഓൾറെഡി ഇറാന്റെ പക്കൽ വെപ്പൺ ഗ്രേഡ് യുറേനിയം ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു അണുവായുധം ഇറാന് ഉണ്ടാക്കാൻ പറ്റും. അതുമാത്രമല്ല 2002-2010 കാലഘട്ടത്തിൽ ഒരു സിമുലേഷൻ വാർ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു. അമേരിക്ക ഇറാനെതിരെ യുദ്ധം ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും, ആരൊക്കെ പ്രോക്സിയായി വരുമെന്ന ഒരു സിമുലേഷൻ, കംപ്ലീറ്റ് സിമുലേഷൻ ആണ് ചെയ്തു നോക്കിയിരുന്നത്. ആ ഒരു സിമുലേഷനിൽ അമേരിക്കയ്ക്ക് വിജയിക്കാൻ പറ്റിയില്ല. സോ സിമുലേഷനെ പോലും അമേരിക്കയ്ക്ക് വിജയിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ യുദ്ധം വരികയാണെങ്കിൽ അമേരിക്കയ്ക്ക് വിജയിക്കാൻ പറ്റുമോ? ഇറാനെ എതിർത്ത് അമേരിക്കയ്ക്ക് വിജയിക്കാൻ പറ്റുമോ എന്ന സംശയം അമേരിക്കയ്ക്ക് തന്നെയുണ്ട്. സോ എന്ത് തന്നെ ആയാലും ജോർദാനിൽ നടന്ന ആക്രമണത്തിന് അമേരിക്ക തീർച്ചയായും തിരിച്ചടി കൊടുക്കും. പക്ഷെ ആ തിരിച്ചടി എപ്പോൾ, എങ്ങനെ എന്നത് ഇപ്പോൾ പറയാൻ പറ്റില്ല. അടുത്തത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിംസിനെതിരായും പാലസ്തീനിയൻസിനെതിരായും ഹ്യൂമൻ റൈറ്റ് വയലേഷൻ അധികമായിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അവിടെയുള്ള വിദ്യാർത്ഥികൾ ഹ്യൂമൻ റൈറ്റ്സ് ഫെയിലിയർ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇസ്ലാമിനും പാലസ്തീനിയൻസിനും യാതൊരു സെക്യൂരിറ്റിയും ഇല്ല. ആ ഒരു സെക്യൂരിറ്റി ഹാർവാർഡ് യൂണിവേഴ്സിറ്റി തന്നെ തരണമെന്ന റിക്വസ്റ്റ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും പോയിട്ടുണ്ട്. UNRWA. ഈ UNRWAയിലേക്കുള്ള ഫണ്ട് നിരവധി രാജ്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഇത് നമ്മൾ കഴിഞ്ഞ അപ്ഡേറ്റുകളിൽ തുടരെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ ഈ UNRWAയിൽ ഫണ്ട് സ്റ്റോപ്പ് ചെയ്തത് ഒരു കളക്റ്റീവ് പണിഷ്മെന്റ് ആണ്. ഒരാൾ ചെയ്തതിനെ ഒരു ഗ്രൂപ്പിനെ തന്നെ ശിക്ഷിക്കുന്നതാണ് ഈ കളക്റ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഹമാസ് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഹമാസ് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തി. ഇസ്രയേൽ ഇപ്പോൾ ഗാസ ഭാഗത്തെ മുഴുവനായും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു കളക്റ്റീവ് പണിഷ്മെന്റ് ആണ്. അതേപോലെ തന്നെ UNRWAയിലെ 12 പേർ ചെയ്ത കുറ്റത്തിന് ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുന്നു, ഇതിലേക്ക് ഇനി ഫണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതും ഒരു കളക്റ്റീവ് പണിഷ്മെന്റ് ആണ്. ഇതിനെതിരെയുള്ള ശബ്ദം ഞങ്ങളും ഉയർത്തുമെന്ന് റഷ്യ അറിയിച്ചിരിക്കുന്നു. പാലസ്തീൻ എന്ന രാജ്യം രൂപം കൊള്ളണം, അവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കണമെന്ന് UK ഫോറിൻ സെക്രട്ടറി പറഞ്ഞത് ഇസ്രയേലിന് ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ഗാസ അതോറിറ്റി പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 114 പാലസ്തീനിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജോർദാനിൽ അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയതിന് അമേരിക്ക തിരിച്ചടി കൊടുക്കുമെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇതുപോലെ മാറി മാറി ഇങ്ങനെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൈക്കിൾ ഫോം ആകും. ഈ ഒരു സൈക്കിൾ വലിയൊരു യുദ്ധമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വാർത്ത ചൈന പുറത്തുവിട്ടിരിക്കുന്നു. സോ ഈ സൈക്കിൾ ലോകരാജ്യങ്ങൾക്ക് വളരെ വലിയൊരു വാർണിംഗ് ആണെന്നും ചൈന പറഞ്ഞിരിക്കുന്നു. നിരവധി വാർത്തകൾ കണ്ടു. ഈ ഒരു അപ്ഡേറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.